പാകിസ്ഥാനിൽ ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ദൂരിൽ 100 ഭീകരർ കൊല്ലപ്പെട്ടതായി കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്. ഓപ്പറേഷൻ സിന്ദൂർ വിശദീകരിക്കാൻ വിളിച്ചു ചേർത്ത സർവകക്ഷി യോഗത്തിലാണ് പ്രതിരോധ മന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത്. 70ഓളം പേർ കൊല്ലപ്പെട്ടെന്ന റിപ്പോർട്ടുകളായിരുന്നു നേരത്തെ പുറത്തുവന്നിരുന്നത്. ഇനിയും സ്ഥിതിഗതികൾ വഷളാക്കാൻ ഇന്ത്യ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ പാകിസ്ഥാൻ ആക്രമിച്ചാൽ തിരിച്ചടിക്കും. ഓപ്പറേഷൻ സിന്ദൂർ തുടക്കം മാത്രമാണെന്നുമാണ് പ്രതിരോധ മന്ത്രിയുടെ വിശദീകരണം. 9 ഭീകര കേന്ദ്രങ്ങളിലാണ് ഓപ്പറേഷൻ സിന്ദൂർ ആക്രമണം നടത്തിയത്. ഏകദേശം 100-ൽ അധികം ഭീകരർ കൊല്ലപ്പെട്ടെന്നാണ് കണക്ക്. കൂടുതൽ സ്ഥിരീകരണം ഇക്കാര്യത്തിൽ വരേണ്ടതുണ്ടെന്നും രാജ്നാഥ് സിംഗ് പറയുന്നു. അതേസമയം സർവകക്ഷി യോഗത്തിൽ പ്രതിപക്ഷം സർക്കാരിന് പൂർണ്ണ പിന്തുണ അറിയിച്ചു. തങ്ങൾ സർക്കാരിനൊപ്പം തന്നെയാണെന്ന് AICC അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ പറഞ്ഞു. അതിർത്തി കടന്നുള്ള ആക്രമണത്തെ നേരിടാൻ സർക്കാരിനൊപ്പമാണെന്ന് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും വ്യക്തമാക്കി. യോഗത്തിൽ നിരവധി ചോദ്യങ്ങൾ പ്രതിപക്ഷം ഉയർത്തിയെങ്കിലും ഇപ്പോഴും ആശങ്ക തുടരുന്നതിനാൽ അത്തരം കാര്യങ്ങളിൽ മറുപടി നൽകാനാകില്ലെന്നായിരുന്നു സർക്കാരിന്റെ വിശദീകരണം. അതിനിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സർവകക്ഷി യോഗത്തിൽ പങ്കെടുക്കാതിരുന്നതിനെ കോൺഗ്രസ്, ആം ആദ്മി അടക്കമുള്ള കക്ഷികൾ ചോദ്യം ചെയ്തു. പ്രതിപക്ഷം യോഗത്തിൽ പക്വത കാണിച്ചുവെന്ന് പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജ്ജു സർവകക്ഷി യോഗത്തിന് ശേഷം പ്രതികരിച്ചു. ഓരോ നേതാക്കളും അവർക്ക് സംസാരിക്കാനുള്ള കാര്യങ്ങൾ ഉത്തരവാദിത്വത്തോടെ സംസാരിച്ചു. സമവായത്തോടെയാണ് സർവകക്ഷി യോഗം അവസാനിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം ഓപ്പറേഷൻ സിന്ദൂറിന് പിന്നാലെ അതിർത്തിയിൽ പാകിസ്ഥാൻ പ്രകോപനം തുടരുകയാണ്. ജമ്മു കാശ്മീർ, കുപ്വാര തുടങ്ങിയ മേഖലകളിലെല്ലാം കനത്ത ഷെല്ലാക്രമണമാണ് പാകിസ്ഥാൻ നടത്തുന്നത്. അതിർത്തി ഗ്രാമങ്ങളിൽ കഴിയുന്നവർ ബന്ധുവീടുകളിലേക്ക് പലായനം ചെയ്യുകയാണെന്നാണ് പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇന്ത്യയുടെ ആക്രമണത്തിൽ തിരിച്ചടിക്കുമെന്നാണ് പാകിസ്ഥാന്റെ ഭീഷണി. 9 കേന്ദ്രങ്ങളിലാണ് ഇന്ത്യ ആക്രമണം നടത്തിയതെന്നും ഇന്ത്യയുടെ 12 സോണുകൾ തങ്ങൾ വെടിവെച്ചിട്ടുണ്ടെന്നും പാകിസ്ഥാൻ അവകാശപ്പെട്ടു. എന്നാൽ ഈ അവകാശവാദം ഇന്ത്യ തള്ളി. ഇപ്പോഴത്തെ സംഭവങ്ങളിൽ നിന്നും ശ്രദ്ധ തിരിക്കാനുള്ള ശ്രമമാണ് പാകിസ്ഥാൻ നടത്തുന്നതെന്നാണ് ഇന്ത്യ കുറ്റപ്പെടുത്തിയത്. Subscribe to One India and never miss an update.